യാത്ര അത് വളരെ വലിയൊരു നല്ലൊരു അനുഭവമായിരുന്നു. അതായത് കേരളത്തിലുണ്ടായ ഈ വിജയം കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ ഏതു തരത്തിലാണ് ജനങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സത്യത്തിൽ ഇത് ഞങ്ങൾ തിരിച്ചു തന്നതിന് ശേഷം കേരളത്തിൽ നടത്തുന്ന പാർലമെന്ററി പ്രവർത്തനത്തിനും അതോടൊപ്പം തന്നെ BJPയുടെ സംഘടനാ പ്രവർത്തനത്തിനും വളരെ ഗുണകരമായ മാറ്റങ്ങളുണ്ടാകും. ഈ യാത്രയേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇന്ന് വൈകുന്നേരം മുതൽ ഞങ്ങൾക്ക് പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന മീറ്റിങ്ങുകൾക്കാണ്. അതായത് കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രി ശ്രീ മനോഹർലാൽ ഖട്ടാർജിയുമായിട്ട് ഒരു 3 മണിക്കൂർ അദ്ദേഹവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയുണ്ട്. അതിൽ കേരളത്തിലെ പഞ്ചായത്തുകൾക്ക്, മുനിസിപ്പാലിറ്റികൾക്ക്, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം പോലുള്ള സിറ്റികൾക്ക്, ക്യാപിറ്റൽ സിറ്റികൾക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന പദ്ധതിയെക്കുറിച്ചുള്ള വളരെ വിശദമായുള്ള ചർച്ചകൾ അവിടെ നടക്കും. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നരേന്ദ്രമോദി നാളെ 2.5-3 മണിക്കൂർ നരേന്ദ്രമോദിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന അനുഭവം തീർച്ചയായിട്ടും അത് ഞങ്ങൾ തിരുവനന്തപുരത്തും കേരളത്തിലെ പൊതുസമൂഹത്തിന് ഏറ്റവും ഗുണകരമായ രീതിയിൽ ഒരിക്കലും മറ്റൊരു തരത്തിലും ലഭിക്കാൻ സാധ്യതയില്ലാത്തൊരു ട്രെയിനിങ് ആണ് വരാൻ പോകുന്നത്. 3 ദിവസം ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും വളരെ വലിയ ഗുണം ചെയ്യും. കേരളത്തിൽ കഴിഞ്ഞ 45 വർഷം കൊണ്ട് നടത്തുന്ന ത്യാഗോജ്വലമായിട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ച് അറിയാം. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പേ ഒരു സാധാരണ പ്രവർത്തനമായി കേരളത്തിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ പ്രവർത്തിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അത്രത്തോളം ത്യാഗോജ്വലമായ പ്രവർത്തനം നടത്തി വിജയിച്ചിട്ടുള്ള ഒരു അംഗീകാരമാണ്. മാത്രവുമല്ല നരേന്ദ്രമോദി ഗവൺമെൻറ് വളരെ വേഗത്തിലാണ് പുരോഗമന കാര്യങ്ങളിൽ ഇന്ത്യയിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ പലപ്പോഴും തടസ്സമുണ്ടാകാറുണ്ട്. അപ്പോൾ അതേ ആശയം നിലനിൽക്കുന്ന ഒരു ഭരണ സംവിധാനം തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പദ്ധതികൾ നടപ്പിലാക്കുവാൻ എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. അതൊക്കെയാണ് ഇതിൽ പ്രതിഫലിക്കുന്നത്. ഞങ്ങൾ ഈ 3 ദിവസം തിരുവനന്തപുരത്ത് മാറി ഇവിടെ വന്ന് ഈ മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും മുന്നോട്ടുള്ള പ്രയാണത്തിന് വളരെയധികം ഗുണപ്രദമാകും. ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പല കാര്യങ്ങൾ ഈ 3 ദിവസം ഞങ്ങൾ നേതാക്കന്മാരും കൗൺസിലർമാരും ഒക്കെ ട്രെയിനിനകത്ത് വെറുതെ ഇരിക്കുകയായിരുന്നില്ലല്ലോ. ഞങ്ങൾ ഓരോ നിമിഷവും ലഭിക്കുന്ന സമയത്തൊക്കെ തന്നെ പല ചർച്ചകൾ നടത്തുകയായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആവശ്യപ്പെടും. അപ്പോൾ ഇത് ഓരോ സമയത്തും ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അവർ ചെയ്തു തരും. ഇത് കേരളത്തിലെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴേക്കും അതിനുശേഷം തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞങ്ങളുടെ ബഡ്ജറ്റിലൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. കേരളത്തിലെ സാധാരണക്കാരായ ആൾക്കാർക്ക്, തിരുവനന്തപുരത്തെ പട്ടിണി പാവങ്ങൾക്കൊക്കെ തന്നെ നല്ല ഗുണം വരുന്ന പദ്ധതികളായിരിക്കും ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. പിന്നെ ഒരു ചെറിയ വാർത്ത അവിടെ പറഞ്ഞിട്ടുണ്ട്. കൗൺസിലർമാർ എല്ലാവരും ഡൽഹിയിലേക്ക് പോവുകയാണെന്നൊക്കെ. അങ്ങനെയുള്ള കോർപ്പറേഷൻ ഫണ്ടെന്ന് ഇങ്ങനെയുള്ള നിലവാരമില്ലാത്ത വാർത്തകളൊന്നും ആരും പടച്ചു വിടരുത്. കാരണം ഞങ്ങളുടെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രീ MR ഗോപനും ഞങ്ങളുടെ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പാറ്റൂർ രാധാകൃഷ്ണൻ, 2 മുതിർന്ന പൊതുപ്രവർത്തകരാണ്. ഇവർ 2 പേരും തിരുവനന്തപുരത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കോർപ്പറേഷൻ ഓഫീസിൽ ഇരിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്തുകൊണ്ട് കോർപ്പറേഷനിലെ ഭരണകാര്യങ്ങൾ ഏകീകരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും 4-5 തവണ ഞാൻ മേയറുമായിട്ട്, ഡെപ്യൂട്ടി മേയറായിട്ട് ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോഴും നാളെ ആശുപത്രിയിലെ ഉപകരണങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ചുള്ള ചർച്ച സെക്രട്ടറിയുടെ മുറിയിൽ നടക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടാണ് വന്നത്. ഇന്നലെ ഞാൻ ഓൺലൈൻ മീറ്റിംഗ് പങ്കെടുത്തിരുന്നു. ഇവിടേക്ക് ഞങ്ങൾ വരുന്നതിന് മുമ്പ് കോർപ്പറേഷൻ സെക്രട്ടറിയുമായിട്ട് ദീർഘമായിട്ട് മീറ്റിംഗ് നടത്തി കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തെറ്റായ വാർത്തകൾ കൊടുക്കരുത്. പിന്നെ ആരൊക്കെ പറയുന്നതായിട്ട് കോർപ്പറേഷൻ്റെ പണം എടുത്താണ്, അത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് അറിയാം നന്നായിട്ട് എങ്ങനെയാണ് പാർട്ടി പ്രവർത്തകരെ പരിപാലിക്കേണ്ടതെന്ന്. ഞങ്ങൾക്കറിയാം പൊതുസമൂഹത്തിൻ്റെ പണം എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്. അതുകൊണ്ട് അതിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള സുതാര്യത ഞങ്ങൾ കാത്തു സൂക്ഷിക്കാറുണ്ട്. ഞങ്ങളുടെ എല്ലാ യാത്രയും സൗകര്യവും കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നത് BJP